നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ക്യാൻസറും അതിനുള്ള ചികിത്സയെയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഗ്ലോബൽ മെഡിക്കൽ സൊല്യൂഷൻസിലെ ചീഫ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ KV ഗംഗാധരൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ക്യാൻസർ എന്ന് ചെറിയ തോതിൽ വിശദീകരിക്കാം? ക്യാൻസർ എന്ന അസുഖം ഇന്ന് സർവ്വസാധാരണമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ വീട്ടിലും ഒരു ക്യാൻസർ രോഗി എന്ന തോതിൽ മാറിയിട്ടുണ്ട്. അത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ പലതാണ്. എന്താണ് ക്യാൻസർ എന്ന് ചോദിച്ചാൽ, കോശങ്ങളിലുണ്ടാകുന്ന നേരിയ ജനിതക മാറ്റങ്ങളുടെ ഭാഗമായാണ് ക്യാൻസർ എന്ന അസുഖം വരുന്നത്. ഈ ജനിതക മാറ്റം ഉണ്ടാകാനായി പല കാരണങ്ങളും സംഭവിക്കാം. ഇന്ന് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഇതിനൊരു പ്രധാന കാരണം. പ്രധാനമായും പറഞ്ഞാൽ ജീവിത രീതികളുടെ മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, പുകവലിയുടെ അമിത ഉപയോഗം, പുകയില ഉപയോഗിച്ചുള്ള വസ്തുക്കളുടെ അമിതമായ ഉപയോഗം, മദ്യപാനം, അതുപോലെ തന്നെ വ്യായാമക്കുറവ്, ഇതെല്ലാം ആണ്. ഇതിനെല്ലാം കൂടിയുള്ളൊരു കൂമ്പാരങ്ങളുടെ ഭാഗമായാണ് ക്യാൻസർ എന്ന അസുഖം സമൂഹത്തിൽ കൂടുതലായി കാണുന്നത്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് ആലപ്പുഴയിൽ നിന്ന് രാജേഷാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എൻ്റെ സഹോദരിക്ക് ഇതേപോലെ തൈറോയിഡിനകത്ത് ക്യാൻസർ ആയിരുന്നു. ഓക്കെ. അത് പാർട്ടിലറി കാർസിനോമ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് അങ്ങനത്തെ. ശരി. അപ്പം അതിന് ഒരു റേഡിയോയിഡിങ് ചെയ്ത്. ശരി. അപ്പം പുള്ളിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. തൊണ്ടയ്ക്ക് എന്തോ ഇരിക്കുന്ന കൂട്ടോ അങ്ങനത്തെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ശരി. നമ്മൾ എന്ത് ചെയ്യണം? റേഡിയോയിഡിങ് രണ്ടാമത്തെ സ്കാൻ ചെയ്തതാണ്. സ്കാൻ ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ല, തൈറോയിഡ് നോർമലാ. ശരി. ശരി. ഓ, ഈ റേഡിയോയിഡിങ് തെറാപ്പി കഴിഞ്ഞത് എത്ര കാലമായി? ഇപ്പം ഒരു വർഷത്തിനടുത്ത്. സാധാരണഗതിയിൽ തൈറോയ്ഡ് ക്യാൻസർ സർജറിയും അതിനുശേഷമുള്ള റേഡിയോ അയോഡിൻ തെറാപ്പിയുടെ ഭാഗമായി ഏകദേശം 90% പൂർണ്ണമായും മാറുന്ന അസുഖമാണ്. നിങ്ങൾ പറയുന്ന ഈ പ്രശ്നങ്ങൾ വളരെ താൽക്കാലികമായ പ്രശ്നങ്ങളായിരിക്കാം. അതൊരിക്കലും ക്യാൻസറുമായി ബന്ധപ്പെട്ടതായിരിക്കില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഏറ്റവും കൂടുതൽ ക്യാൻസർ ഏതൊക്കെയാണ്? അതും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചേഞ്ചസ് ആണ് ഇന്ന് കാണുന്നത്. ക്യാൻസറിൻ്റെ എണ്ണവും തോതും ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ കൂടുതൽ കാണുന്ന ക്യാൻസർ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം സ്തനാർബുദമായിരിക്കും. രണ്ടാമത്തേത് ശ്വാസകോശ അർബുദമായിരിക്കാം. മൂന്നാമത്തെ എന്ന് ചോദിച്ചാൽ തൊണ്ടയിലെ ക്യാൻസർ ആയിരിക്കാം. പിന്നെ വൻകുടലിലുണ്ടാകുന്ന ക്യാൻസർ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ സ്തനാർബുദത്തിൻ്റെ എണ്ണം 10 കൊല്ലം മുന്നേ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറിലെ <20% ആയിരുന്നു. ഇന്ന് അത് 30% കൂടുതലായി കാണുന്നുണ്ട്. അതൊരു പ്രതീക്ഷിക്കാത്ത കൂടുതലാണ്. കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? കൊല്ലത്തു നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ശരി. എന്റെ പേര് സതീഷ് കുമാർ. ഞാൻ കൊല്ലത്തുള്ളയാണ്. ചോദിച്ചോളൂ. സാറേ, എന്റെ മോന്തയ്ക്ക് മൊത്തവും ഒരുമാതിരി ബഡ്ജായിട്ട് ഇങ്ങനെ കുരുപ്പുകളില്ല, തലയിലും ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അങ്ങ് പോകും, ഞെട്ടി കഴിയുമ്പോൾ പോകും, കട്ടിയായിട്ടിരിക്കും. ചിലപ്പോൾ വീണ്ടും വരുമോ? ക്യാൻസറിന്റെ നിങ്ങൾ പറയുന്ന കംപ്ലൈൻറ്റ് ഒന്നും കൂടി ക്ലിയർ ആയി പറയാൻ പറ്റുമോ? ഈ എന്റെ ഈ മുഖത്തും നെറ്റിയിലൊക്കെ ഇങ്ങനെ ഒരുമാതിരി കട്ടിയായിട്ട് ബഡ്ജ് ഇങ്ങനെ വരും. എപ്പോഴും ഉണ്ട്. അത് സമയത്ത് കഴിയുന്ന അങ്ങനത്തെ ഇങ്ങനെ കട്ടിയായിട്ട് അങ്ങനെ പോവുകയും ചെയ്യും. തലയിലും ഉണ്ട്. അത് തന്നെ മാറിപ്പോകുന്നുണ്ടോ? തന്നെ മാറിപ്പോകുന്നുണ്ടോ? ചിലപ്പോൾ പോകും, ചിലപ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ നെറ്റിയിൽ മൊത്തം. അതങ്ങനെ മാറിപ്പോകുന്ന ഒരു കളർ വ്യത്യാസമാണെങ്കിൽ ക്യാൻസർ ആവാൻ സാധ്യതയില്ല. അതിന് എന്താ മരുന്ന് വല്ലതും ഉണ്ടോ സാറേ? നിങ്ങൾ അടുത്തുള്ള തൊലിയുടെ ഡോക്ടറെ കാണിച്ച് അതിനുള്ള അഡ്വൈസ് വാങ്ങിക്കണം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ക്യാൻസറിൻ്റെ മുഴകൾ വേദന ഉണ്ടാവാത്തതാണെന്നാണ്. വേദനയില്ലാത്ത എല്ലാ മുഴകളും ക്യാൻസർ ആണോ? അങ്ങനെ പറയാൻ കഴിയില്ല. അത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായി മുഴകൾ വരാം.
മുഴകൾക്ക് വേദന ഉണ്ടാകാം, വേദന ഇല്ലാത്ത മുഴയും വരാം. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു സ്പെസിഫിക്കായിട്ട് ഒരു പിൻ പോയിൻ്റ് ചെയ്യാൻ കഴിയില്ല. ക്യാൻസറിൻ്റെ ലക്ഷണമായി സ്ഥാനത്തിൽ മുഴ വരുന്നു, കഴല വരുന്നു, തൊലിപ്പുറത്ത് മാറ്റങ്ങൾ വരുന്നു. പലപ്പോഴും സ്ഥാനാർബുദത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ വേദനയുള്ള മുഴകൾ ക്യാൻസർ ആയിരിക്കാം, വേദന ഇല്ലാത്ത ക്യാൻസർ ആകില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. പലപ്പോഴും 40 വയസ്സിൽ അല്ലെങ്കിൽ 45 വയസ്സിൽ കാണുന്ന സ്ഥാനാർബുദത്തിലെ മുഴകൾ തുടക്കത്തിൽ വേദന ഉണ്ടാവില്ല. തുടക്കത്തിലാണ് അത് വേദന ഇല്ലാതിരിക്കുന്നത്. ആ സ്റ്റേജിൽ വേദന ഇല്ലാതിരിക്കുമ്പോൾ പലപ്പോഴും രോഗികൾ പറയും, ഇത് വേദന ഇല്ലാത്ത മുഴയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണിച്ചില്ല. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ആ സമയത്താണ് നിങ്ങൾ ആ രോഗി പോയി അടുത്തുള്ള ഡോക്ടറെ കാണിക്കേണ്ടതും അതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് ക്യാൻസർ എന്ന അസുഖം സ്ഥിരീകരിക്കേണ്ടതും. കോളുണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ സാറേ. നമസ്കാരം, പറയട്ടെ. ഞാനൊരു നേഴ്സ് മുപ്പണ്ടാണ്. ശരി. പിന്നെ ഒറ്റപ്പാലത്തിൽ നിന്ന്. അതെ, എന്റെ അനിയനെ ഫിസിയോതെറാപ്പിയിൽ ത്രോട്ടില് ഒരു 3 സെന്റിമീറ്റർ ഗ്രോത്ത് ആയിരുന്നു. ഒരു കൊല്ലമായിട്ട് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് ഒരു ഗ്ലാൻഡ്, അപ്പൊ ഭക്ഷണം കഴിക്കാൻ തീരെ പറ്റുന്നില്ല. അപ്പൊ അവര് റേഡിയേഷൻ പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ അത് തൊണ്ടയിലുള്ള ക്യാൻസർ ഇതിപ്പോൾ കഴല കൂടി വന്നിട്ടുണ്ട്. അതിന് തൊണ്ടയിലല്ലായിരുന്നു, ഫിസിയോതെറാപ്പിന്റെ അവിടെ ആയിരുന്നു. ഓക്കെ, മൗത്തിലുണ്ടായ ക്യാൻസറിന്റെ ഭാഗമായി കഴല വന്നിട്ടുണ്ട്. ട്രീറ്റ് ചെയ്തു. അതിൽ ലങ്സിനും വേറെ ഒരു ഭാഗത്തും കുഴപ്പമൊന്നും കണ്ടില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മള് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ചെയ്തു. ശരി ശരി. എന്ന് പറഞ്ഞാൽ ഇത് ഒരു ലോക്കലൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കഴല മാത്രമേ വന്നിട്ടുള്ളൂ. അതിനുള്ള ചികിത്സയായിട്ട് റേഡിയേഷൻ ചികിത്സയും അതിൻ്റെ കൂടെ തന്നെ ചെറിയ തോതിലുള്ള കീമോതെറാപ്പിയും ഉണ്ടായിരിക്കും. ശരി. റേഡിയേഷനും കീമോയും കൂടി ഒരുമിച്ച് കൊടുക്കുക ചെയ്യാറുള്ളത്. അതും തെറ്റിദ്ധാരണയാണ്. എല്ലായിടത്തും ചെയ്യുന്ന റേഡിയേഷനും ശരി തന്നെയാണ്. വിളിച്ചത് നന്ദി. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ രാജീവാണ്, ഇടുക്കിയിൽ നിന്നാണ്. ചോദിച്ചോളൂ. ഞാൻ ഒരു 3 മാസം മുമ്പ് തൈറോയിഡിന് ഓപ്പറേഷൻ കഴിഞ്ഞാണ്. അപ്പോൾ RCCയിലായിരുന്നു ബാക്കി ചികിത്സ. ആദ്യമേ ഓപ്പറേഷൻ ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ശരി, പറയട്ടെ. അപ്പോൾ അവിടെ സ്കാൻ ചെയ്യാനായിട്ട് താമസം ഉണ്ടെന്നാ പറഞ്ഞത്. ശരി, ഓക്കെ. അപ്പോൾ ഈ സ്കാൻ ചെയ്ത് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ താമസിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഇതും തൈറോയിഡ് ക്യാൻസറിൻ്റെ ചികിത്സയായിട്ട് സർജറിയും അതിനുശേഷമുള്ള റേഡിയോ അയഡിൻ തെറാപ്പിയും അതിനിടയ്ക്കായിട്ട് ഒരു അയഡിൻ സ്കാൻ ചെയ്യാറുണ്ട്. അത് ചെയ്യാനായിട്ട് താമസം ഉണ്ടെന്നോ? താമസമായാലും ബുദ്ധിമുട്ടില്ല, താമസിച്ചാലും അതിന് ബുദ്ധിമുട്ട് വരാറില്ല. വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത താമസിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ക്യാൻസർ ആ തരത്തിലുള്ള ഒരു ക്യാൻസറാണ്. ഒരു 6 ആഴ്ച 8 ആഴ്ച താമസിച്ച് വെച്ചിട്ട് ബുദ്ധിമുട്ടില്ല. അതെ അതെ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ക്യാൻസർ തിരിച്ചറിയാനുള്ള ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം ബയോപ്സി ടെസ്റ്റ് തന്നെയാണ്. ബയോപ്സി എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ പറ്റി കൂടുതൽ അറിയുക, കോശങ്ങളുടെ ഘടന മനസ്സിലാക്കുക, ഏത് ടൈപ്പ് ക്യാൻസറാണെന്ന് മനസ്സിലാക്കിയെടുക്കുക, ആ ടൈപ്പിനനുസരിച്ചുള്ള ചികിത്സാ രീതികളാണുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഏത് ടൈപ്പ് ക്യാൻസറാണെന്ന് അറിയാനായി ബയോപ്സി ടെസ്റ്റ് ചെയ്യുക. ബയോപ്സി എന്ന് പറഞ്ഞാൽ ഒരു മുഴയെന്ന് ഒരു ചെറിയ കഷ്ണം എടുത്ത് ടെസ്റ്റിന് അയക്കുക. എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ കോശങ്ങളുണ്ടായ മാറ്റങ്ങളാണ്. അതറിയണമെങ്കിൽ ബയോപ്സി മാത്രമേ മാർഗമായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് കൂടുതൽ ഗവേഷണങ്ങളുടെയും വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായ മാറ്റങ്ങളുടെയും ഭാഗമായി ഈ ക്യാൻസർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രാമത്തെ സ്റ്റേജാണ്, അത് കൂടുതൽ സ്പ്രെഡായിട്ടുണ്ടോ എന്നറിയാനായി പല തരത്തിലുള്ള സ്കാനിങ് സൗകര്യങ്ങളുണ്ട്.
അതേപോലെ തന്നെ ഇന്ന് ജനിതക മാറ്റങ്ങളുണ്ടോ എന്നറിയാനായി പലതരത്തിലുള്ള സ്റ്റഡീസുണ്ട്. ഇതെല്ലാം കൂടി ആയി കമ്പൈൻഡ് ആകുമ്പോഴാണ് ക്യാൻസറിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത്. ഡോക്ടർ, ഈ ക്യാൻസർ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചികിത്സയെ എത്രത്തോളം എളുപ്പമാക്കുന്നുണ്ട്? ഇന്നിപ്പോൾ ഈ മാസം പലപ്പോഴും വേൾഡ് ക്യാൻസർ ഡേ ഭാഗമായി പല ബോധവൽക്കരണ ക്ലാസ്സുകളും ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമും നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ തീമായ വി ക്യാൻ ഐ ക്യാൻ ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കായും കൂട്ടായ്മയുടെ കൂടെയും സമൂഹത്തിൻ്റെ കൂടെ നിന്നും സ്ഥാപനങ്ങളുടെ കൂടെ നിന്നും ഒരുമിച്ചായി ക്യാൻസറിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതലായിട്ട് ഏർലി ഡിറ്റക്ഷൻ ലീഡ്സ് ടു ടോട്ടൽ ക്യൂർ. ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുക എന്നാണ് ഇതിൻ്റെ പ്രധാന മോട്ടീവ്. അതിനുള്ള മാർഗങ്ങൾ ഏർപ്പെട്ടാൽ ഏകദേശം 60% ക്യാൻസറെങ്കിലും തടഞ്ഞു നിർത്താൻ കഴിയും, കംപ്ലീറ്റ് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. പ്രധാനപ്പെട്ടതായി പറയുമ്പോൾ സ്ഥാനാർബുദമാണ് അവിടെയും ഫസ്റ്റ് വരിക. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് മോഹനൻ എന്ന് പറയും. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം സാറേ. സാറേ, എന്റെ വൈഫിന് ഈ ബ്രസ്റ്റിന് ക്യാൻസർ വന്നിട്ട് ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞു, 8 കീമോയും കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് കോഴിക്കോട്. പറയട്ടെ. ശരി. ഇനിയും ഒരു കൊല്ലത്തേക്ക് തുടർന്ന് 3 ആഴ്ച കൂടുമ്പോൾ ഓരോ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. 3.5 ലക്ഷം രൂപ വരെ വരുമെന്നാണ് പറഞ്ഞത്. ശരി ശരി. അതിപ്പോ നമുക്ക് ആ ഇഞ്ചക്ഷൻ തേക്കാൻ ആവശ്യം ഉണ്ടാവുമോ? അത് ഓരോ ക്യാൻസറിനും ഓരോ തരത്തിലുള്ള ചികിത്സാ രീതികളാണുള്ളത്. ഓരോ ബ്രസ്റ്റ് ക്യാൻസർ രോഗികളും പലതായിരിക്കും. അത് ഓരോ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ബയോളജി പ്രകാരമാണ് അതിനുള്ള ചികിത്സ നിർണ്ണയിക്കുക. ഈ പറഞ്ഞ പ്രകാരം ആ ഇഞ്ചക്ഷൻ അത്യാവശ്യമാണ്, അത് ചെയ്യുന്നത് നല്ലതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയായിരുന്നു. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത്? സ്തനാർബുദം ഉണ്ടാകാൻ പല കാരണങ്ങളാണ്. ഒന്ന്, ബ്രസ്റ്റ് ഇറ്റ്സെൽഫ്, ബ്രസ്റ്റ് എന്നുള്ള ഒരു അവയവമുള്ളപ്പോൾ അവിടെയും ക്യാൻസർ വരാം. തുടർച്ചയായി വിഘടിക്കുന്ന കോശങ്ങളാണ് സ്തനത്തിലുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ക്യാൻസർ ഉണ്ടാകാൻ കൂടുതൽ സാധ്യത കൂടുന്നത്. അതേപോലെ തന്നെ ഹോർമോണിലുണ്ടായ വ്യതിയാനങ്ങൾ, ഓരോ മാസങ്ങളിലും സ്ത്രീകളിലെ ഹോർമോണിലായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. അതും ക്യാൻസറിന് കാരണമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക, അതേപോലെ തന്നെ ഇലക്കറികളും പച്ചക്കറിയും പഴങ്ങളും കുറഞ്ഞു പോവുക. അതേപോലെ തന്നെ വേറൊരു കാരണമായി പാരമ്പര്യമായും ലെസ് ദാൻ 5% സ്ത്രീകളിൽ അല്ലെങ്കിൽ ആ വീടുകളിൽ കൂടുതൽ സ്തനാർബുദം കാണുന്നുണ്ട്. ഇതിനോട് കൂടെ തന്നെ പല കാരണങ്ങളും ഇന്നും എക്സാക്റ്റ് പ്രൂഫായി പറയാൻ കഴിയില്ല. ഇതെല്ലാമാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട്. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് കുറവാണ്, മുലയൂട്ടുന്നത് എന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുലയൂട്ടുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെ തടയുന്ന ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ നേരത്തെ തന്നെ ആർത്തവം തുടങ്ങുക, ആർത്തവകാലം നീണ്ടുപോവുക, അതും ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമായിട്ടുണ്ട്. പിന്നെ ഇന്ന് കൊച്ചുങ്ങളുടെ എണ്ണം കുറവാണ്, 1-2 കൊച്ചുമായി ഒതുങ്ങുന്നു, അതും ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസ് കൂട്ടിയിട്ടുണ്ട്. ഇതിലുള്ള മൾട്ടിപ്പിൾ ഫാക്ടറാണ് സ്തനാർബുദം കൂടുതൽ വരാൻ കാരണമായത്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. സാർ പറയട്ടെ. നമസ്കാരം. സാർ നമസ്കാരം. പിന്നെ എന്റെ ഭാര്യയ്ക്ക് മംഗലാപുരം ഫാദർ മുള്ളേഴ്സിന്ന് ഒരു തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്തിരുന്നു. ശരി, പറയട്ടെ. അതില് ഒരു ബയോപ്സി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം പാപ്പുലറി കാർസിനോമ തൈറോയിഡ് റൈറ്റ് ലോബ് എന്ന് പറഞ്ഞിരുന്നു. ശരി ശരി. അതിന്റെ സ്റ്റേജ് അവർ പറഞ്ഞിരിക്കുന്നത് T1 എന്നാണ്, T1BN0 എന്നാ പറഞ്ഞിരുന്നത്. തൈറോയിഡ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ശരി ശരി, പറയട്ടെ. മാർജിൻസ് അൺഇൻവോൾവ്ഡ് ബൈ കാർസിനോമ എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പെരിന്യൂറൽ എക്സ്റ്റൻഷൻ ആബ്സെന്റ് പറഞ്ഞിരിക്കുന്നു. ലിംഫ് നോഡ് ഐഡന്റിഫൈഡ് 42, ഇൻവോൾവ്ഡ് ഇൻ നിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയട്ടെ. ഹലോ, അപ്പൊ അവര് പറഞ്ഞ ന്യൂക്ലിയർ മെഡിസിൻ ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. ശരി. ഞങ്ങള് അപ്പൊ അവിടെ മണിപ്പായി പോണെന്ന് പറഞ്ഞു. ഞങ്ങൾ RCCയിലാണ് പോയത്. ശരി. RCC പോയപ്പോൾ അവർ പറഞ്ഞു ട്യൂമറിന്റെ വലിപ്പം എന്ന് പറയുന്നത് 1.1 സെന്റിമീറ്ററേ ഉള്ളൂ, ഇതിന് ന്യൂക്ലിയർ മെഡിസിന്റെ ആവശ്യമില്ല, നിങ്ങൾ പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അവര് തൈറോനോം 100 mg രാവിലെ കഴിക്കാൻ പറഞ്ഞ് അവർ തന്നിട്ടുണ്ട്. ശരി, പറയട്ടെ. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പിന്നെ വീണ്ടും മംഗലാപുരത്ത് ചെന്നപ്പോൾ നിങ്ങൾ എന്തായാലും ന്യൂക്ലിയർ മെഡിസിൻ ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടെന്നുള്ള ഒരു സംശയം മനസ്സിൽ വരുന്നു.
നിങ്ങൾ പറഞ്ഞ പ്രകാരം പാപ്പിലറി കർസിനോമ തൈറോയ്ഡ് എന്ന അസുഖത്തിന് സർജറി പൂർണ്ണമായും ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അത് പ്രകാരം വെരി ഏർലി സ്റ്റേജ് ആണ്. 1 സെൻറ്റിമീറ്റർ താഴെയായ മുഴയാണുള്ളത്. ആ. അങ്ങനത്തെ ലെസ് ദാൻ 1 സെൻറ്റിമീറ്ററുള്ള മുഴകൾക്ക് സാധാരണഗതിയിൽ നിർബന്ധമായും റേഡിയോ ന്യൂക്ലിയർ തെറാപ്പി ആവശ്യമില്ല, റേഡിയോ ആഡിൻ തെറാപ്പി ആവശ്യമില്ല. നിങ്ങൾ റെഗുലറായി ഫോളോ അപ്പ് ചെയ്യണം, ഡോക്ടറെ കാണിച്ചിരിക്കണം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എന്തൊക്കെ ചികിത്സയാണ് ബ്രസ്റ്റ് ക്യാൻസറിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്? ചികിത്സ എപ്പോഴും ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാൻസറിനും ഓരോ രോഗിക്കും ഓരോ ഇൻഡിവിജ്വലിനും അയാളുടെ ക്യാൻസറിൻ്റെ ബയോളജിയും അതിൻ്റെ ഘടനയും അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റേജും അതേപോലെ തന്നെ അയാളുടെ ആരോഗ്യത്തെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ചികിത്സയായി ഇന്ന് സർജറിയുണ്ട്, ശസ്ത്രക്രിയകളുണ്ട്, വളരെ വെൽ പ്ലാൻഡായ റേഡിയേഷൻ ചികിത്സയുണ്ട്. അതേപോലെ തന്നെ ക്യാൻസറിന് നൂതനമായ ഗവേഷണങ്ങളുടെ ഭാഗമായി പല പുതിയ മരുന്നുകളും അല്ലെങ്കിൽ കീമോതെറാപ്പി ചികിത്സകളും. അതേ കൂടെ തന്നെ ഇന്ന് ക്യാൻസർ എവിടെ നിന്നാണ് തുടങ്ങുന്നത് അതിനെ കൺട്രോൾ ചെയ്യാനായി ടാർഗറ്റഡ് തെറാപ്പി എന്ന ചികിത്സയും ഇന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ പറയുകയാണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ചികിത്സ ഹോർമോൺ ട്രീറ്റ്മെൻറ്റാണ്. ഈ 5 എണ്ണത്തിൻ്റെയും കോമ്പിനേഷനായ ട്രീറ്റ്മെൻറ്റാണ് ഒരു രോഗിക്ക് കൊടുക്കുന്നത്. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? സാറേ, ഞാൻ കായംകുളത്ത് നിന്ന് വിളിക്കുക. എനിക്ക് 10 വർഷത്തിന് മുമ്പ് ബ്ലഡ് ക്യാൻസർ വന്ന് RCC വെച്ച് ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ ആ സൈഡിൽ തൊണ്ടയ്ക്കൊരു ഉള്ളിലൊരു നീർക്കെട്ട് പോലെ ഉണ്ട് സാർ. ശരി, പറയട്ടെ. ഹലോ, പറയട്ടെ. തൊണ്ടയ്ക്ക് 10 കൊല്ലം മുന്നേ സ്ഥാനാർബുദത്തിന് ചികിത്സ എടുത്തിരുന്നു. ഇന്ന് തൊണ്ടയ്ക്ക് ചെറിയ നീർക്കെട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നീർക്കെട്ട് വരുന്നത്, എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഒരു ENT ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അത് നോക്കിയതിന് ചിലപ്പോൾ നീർക്കെട്ട് പല കാരണങ്ങളും ഉണ്ടാകാം. ക്യാൻസർ മാത്രമല്ല, പല സിമ്പിൾ കാരണങ്ങളും നീർക്കെട്ട് ഉണ്ടാകാവുന്നതാണ്. ക്യാൻസർ ആവണമെന്നില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പുരുഷന്മാരിൽ കൂടുതലായി കണ്ടുവരുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇന്ന് അതിൻ്റെ നമ്പർ വളരെയധികം കൂടിയിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും പല മേജർ ക്യാൻസർ സെൻ്ററിലും കണക്കെടുത്താൽ വളരെ കൂടുതൽ കാണുന്നൊരു അസുഖമായി പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം വയസ്സന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിപ്പോഴും ഒരു ഓൾഡ് ഏജ് ഡിസീസാണ്. ഇന്ന് 70 വയസ്സിലും 75-ലും 80-ലും ഉള്ള ജനങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എണ്ണം കൂടുന്നു. അതേപോലെ തന്നെ ഭക്ഷണ രീതികളുടെ മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, പ്രധാനപ്പെട്ട് പറഞ്ഞാൽ കൊഴുപ്പ് കൂടുതലായി ഭക്ഷണം കഴിക്കുക, എന്നാൽ ഇലക്കറിയും പച്ചക്കറിയും എണ്ണം കുറഞ്ഞു വരിക, പൊണ്ണത്തടി ഉണ്ടാവുക, ഇതെല്ലാം കാരണങ്ങളും അതിനെ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള ചികിത്സ? ഏറ്റവും കൂടുതൽ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെയധികം കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു ക്യാൻസറാണ്. നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ആൾമോസ്റ്റ് 75 to 80% അത് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. നേരത്തെ കണ്ടെത്തുക എന്നൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള മെത്തേഡും സ്ക്രീനിങ് പ്രോഗ്രാമിൽ ഇൻവോൾവ് ചെയ്യണം. പലപ്പോഴും കംപ്ലൈൻ്റായി വരുന്നത് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട്, മൂത്രമൊഴിക്കാനുള്ള തടസ്സങ്ങൾ, പുറം വേദന, ഇതാണ് കൂടുതൽ കാണാറുള്ളത്. ഇത് കണ്ടാൽ അത് എപ്പോഴും അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ച്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യൂറോളജിസ്റ്റിനെ കാണിച്ച് അതിനുള്ള അസുഖമുണ്ടോ എന്ന് തീരുമാനിക്കണം. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ ക്യാൻസർ ചികിത്സയ്ക്ക് വളരെ ചിലവ് ഏറിയതാണ്. ഇതെന്തുകൊണ്ടാണ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് നമുക്ക്? ഇതൊരു വളരെ കറക്റ്റായൊരു ക്വസ്റ്റ്യൻ അല്ല. എന്ന് പറഞ്ഞാൽ ക്യാൻസർ ചികിത്സയ്ക്ക് കോസ്റ്റ് എന്നേക്കാളും കൂടുതൽ ആ ചികിത്സാ രീതികളാണ്. പല രോഗികളും പല ചികിത്സാ രീതികളുണ്ടാവും, ചികിത്സാ ഓപ്ഷൻസ് ഉണ്ടാവും. കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് കോസ്റ്റ് കൂടുതലുണ്ടായിരിക്കാം. പലപ്പോഴും ഇപ്പം ഒരു 70% ക്യാൻസർ രോഗത്തിനും അത്രയ്ക്ക് കോസ്റ്റ്ലി ഒന്നുമല്ല ചികിത്സ. സർജറി വേണം, റേഡിയേഷൻ കൊടുക്കണം, 6 സൈക്കിൾ കീമോതെറാപ്പി വേണം. നിങ്ങളിത് നേരത്തെ കണ്ടുപിടിച്ചാൽ, പലപ്പോഴും ഇത് കണ്ടുപിടിക്കാൻ വഴുകുന്നു, അതിൻ്റെ സ്റ്റേജ് 4ാമത്തെ സ്റ്റേജിൽ എത്തിപ്പെടുന്നു. അപ്പോഴുള്ള ചികിത്സകൾ നീണ്ടുപോവുകയാണ്. ഇവിടെ
6 മാസം കഴിഞ്ഞ് കീമോ നിൽക്കുന്നില്ല, അടുത്തതായിട്ട് സെക്കൻഡ് ലൈൻ ചികിത്സയ്ക്ക് പോകുന്നു, തേർഡ് ലൈൻ കീമോതെറാപ്പിക്ക് പോകുന്നു, പുതിയ മരുന്നുകളായ പലതിൻ്റെയും ആവശ്യകത വരുന്നു. അപ്പോഴാണത് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഡോക്ടറും രോഗിയും ഉള്ള സംസാരിച്ച് അവരുടെ രോഗത്തെപ്പറ്റി പറഞ്ഞു കൊടുത്ത് പലപ്പോഴും അതിൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് എത്തിയാൽ ഈ രോഗത്തിന് നമ്മൾ ചികിത്സിക്കുമ്പോൾ എപ്പോഴും രോഗിയോട് അതിൻ്റെ കോസ്റ്റും നിങ്ങളുടെ ആ കോസ്റ്റിനെ സഹിക്കാവുന്ന അവസ്ഥകളും ചോദിക്കും. പലപ്പോഴും പല ഫാക്ടേഴ്സാണ് അത് വരുന്നത്. പുതിയ മരുന്നുകൾക്ക് എപ്പോഴും കോസ്റ്റ് കൂടുതലായിരിക്കും. ബിക്കോസ് അതിനുള്ള റിസർച്ചും അതിനുള്ള മാൻ പവറും ഉപയോഗിച്ച് ഒരു കമ്പനികൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇനീഷ്യലി ആ മരുന്നിൻ്റെ അവർ ചിലവാക്കിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പുതിയ ഡ്രഗ് ഡെവലപ്പ് ചെയ്യാനുള്ള റിസർച്ച് വളരെയധികമാണ്. അതിനുള്ള കോസ്റ്റ് അവർക്ക് കിട്ടേണ്ടിയിരിക്കും. ഇതുകൊണ്ടായിരിക്കാം തുടക്കത്തിൽ അതിന് ആ മരുന്നിന് കോസ്റ്റ് വരുന്നത്. ലേറ്റർ ഓൺ പല കമ്പനിക്കാരും അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നാച്ചുറലി ആ മരുന്നിന് കോസ്റ്റ് കുറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കോസ്റ്റ് കൂടുതലാണെങ്കിലും അതിന് കുറേ കാരണങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പം സമയോടെ പൂർണ്ണമായി ക്യാൻസർ ചികിത്സയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് ഓക്കെ, നമസ്കാരം.